വെള്ളത്തിലേക്ക് തന്നെ ഇടും. അപ്പോൾ നമ്മൾ ഇന്നലെ വെച്ച കൂട് പൊക്കാൻ വേണ്ടി പോകണ്ട. അപ്പോൾ നമ്മൾ നേരെ സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. കൂടും കാര്യങ്ങളും കരയിലേക്ക് എടുത്തു. കരയിലേക്ക് എടുത്തപ്പോൾ നമ്മൾ പ്രതീക്ഷ അത്ര മീനും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് കൂടിനകത്ത് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ആമയും അതുപോലെ തന്നെ കുറേ ഞണ്ടുമാണ്. ഇതിനെ രണ്ടും നമ്മൾ എടുക്കാറില്ല. ഇതിനെ രണ്ടും നമ്മൾ റിലീസ് ചെയ്തു. ഞണ്ടിനെ എടുക്കാത്ത നമ്മൾ ഈ ഞണ്ടിനെ കഴിക്കാറില്ല. നിങ്ങളുടെ ഏരിയയിൽ ഇതിനെ കഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ റിലീസും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് അടുത്ത സ്പോട്ടിലേക്കാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് 3 മഞ്ഞക്കൂരി ഒരു കുറുവയാണ് ആ കൂട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിനെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോയി മീനും കാര്യങ്ങളും പിടിച്ചാലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ ചെന്നു. കോഴിക്കോടിലാണ് ബൈറ്റ് എടുത്തേക്കുന്നത്. തീറ്റയും കാര്യങ്ങളും ഇട്ടു. ആദ്യം നമുക്കൊന്നും കിട്ടുന്നുണ്ടായില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സൈസുള്ളൊരു മഞ്ഞക്കൂരിനെ കിട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പിക്കും ഇവിടെ മഞ്ഞക്കൂരി ഉണ്ടെന്ന്. മഞ്ഞക്കൂരി ഒരിക്കലും സിംഗിളായിട്ട് വരില്ല, ഇവർ കൂട്ടത്തോടെയാണ് വരുന്നത്. അപ്പോൾ ഇനിയും കിട്ടാനുള്ള ചാൻസ് കൊണ്ടാണ് നമ്മൾ അവിടെ ഇരുന്നു. അപ്പോൾ നമുക്ക് മൊത്തം അവിടെ നിന്ന് കിട്ടിയത് 3 മഞ്ഞക്കൂരിയാണ്. ആ 3 മഞ്ഞക്കൂരി കിട്ടിയപ്പോൾ തന്നെ ആ 3 മഞ്ഞക്കൂരിനെ പിടിച്ചപ്പോൾ തന്നെ അതേക്ക് നമ്മുടെ കാലാവസ്ഥയും കാര്യങ്ങളും മാറി തുടങ്ങി. ഇവിടെ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റുന്ന സ്പോട്ടല്ല, കാടും കാര്യങ്ങളും ഉണ്ട്. പാമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നേരെ പോവുകയാണ്. പിന്നെ ഈ പിടിച്ച മീനെ നമ്മൾ വിൽക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെയുണ്ടെന്ന് അടുത്ത വീഡിയോ കാണാം. സൈനിങ് ഓഫ് ആണ്.